അപ്പോൾ ഇവിടെയാണ് എനിക്ക് 8ൻ്റെ പണി കിട്ടിയത്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് മനസ്സിലായി. ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആലിയ ഭട്ടൊക്കെ കഴിച്ചിട്ട് ട്രെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന ആ ഒരു മിൽക്ക് കേക്കിൽ അത് തന്നെ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മിൽക്ക് കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേക്ക് ഫ്ലോർ ആണ്. ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റും. ബേക്കിംഗ് ടൂൾസ് ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പിൽ നമുക്കിത് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണിത്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നും എടുക്കുകയോ അതൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ 3 മുട്ടയ്ക്കുള്ള കേക്ക് ഫ്ലോറാണിത്. അപ്പോൾ 3 മുട്ട നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റിംഗ് ടൈമൊക്കെ അവർ തന്നെ നമുക്ക് ഒരു ലിസ്റ്റാക്കി തരും, എത്ര മിനിറ്റ് ബീറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യം. നമ്മൾ സാധാരണ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ഇങ്ങനെ പോവുക ചെയ്യുക. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് അവർ 1 മിനിറ്റ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് അവരെന്താണോ നമുക്ക് എഴുതി തന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സോഫ്റ്റ് കേക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത കേക്ക് സോഫ്റ്റ് അല്ലാതെ ഹാർഡായി പോകും. അപ്പോൾ 1 മിനിറ്റ് നമുക്കിത് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 മിനിറ്റ് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 100 മില്ലി പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പാൽ ഒഴിച്ചിട്ട് നമ്മൾ 1 മിനിറ്റ് തന്നെ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കേക്ക് ഫ്ലോറിൽ എല്ലാം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ കേക്ക് ഫ്ലോർ അല്ലാതെ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണെങ്കിൽ 3 മുട്ടയ്ക്ക് ഒരു 1/4 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും എടുക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്യുക. പിന്നെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പാലൊഴിച്ച് കൊടുത്ത് 1 മിനിറ്റ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കേക്ക് ഫ്ലോർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം, കുറേശ്ശേ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് നമുക്കിത് ലോ സ്പീഡിൽ 1 മിനിറ്റ് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ 2 മിനിറ്റ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഹൈ സ്പീഡിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓയിൽ 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുത്തത്. ഓയിലും മിൽക്കൊക്കെ എത്ര അളവിൽ ഒഴിക്കണമെന്നൊക്കെ അവർ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ റെഡിമെയ്ഡായിട്ട് കേക്ക് ഫ്ലോർ വാങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ബീറ്റ് ചെയ്യേണ്ട കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് കേക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഏതിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് അതൊക്കെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. ഓവനിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. ഞാനിവിടെ പാനിലാണ് ഉണ്ടാക്കുന്നത്. അതൊരു 10 മിനിറ്റ് മുമ്പ് തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. എനിക്കിവിടെ കേക്ക് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് 40 മിനിറ്റാണ് എടുത്തത് കേട്ടോ. കേക്ക് മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 40 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് നോക്കുക. എന്നിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് സോക്കാകാൻ വേണ്ടിയിട്ട് 3 മിൽക്ക് മിക്സ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് എവാപ്പറേറ്റഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. 2 കപ്പ് പാലെടുത്തിട്ട് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിക്കുന്ന സമയത്ത് 2 ഏലക്ക കൂടി ചേർക്കുക കേട്ടോ. എന്നിട്ട് കുറുകി വരുന്ന സമയത്ത് ഏകദേശം 1 കപ്പ് ആകുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എടുത്ത മിൽക്കാണിത്. ഇതൊരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുക്കാം. 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മിൽക്ക് മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഈ രീതിയിലുള്ള ഒരു ഡിസ്പോസിബിൾ ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കേക്ക് ഫ്ലോർ വാങ്ങുന്ന കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെയാണ് എനിക്ക് 8ൻ്റെ പണി കിട്ടിയത്. ആ കഥ ഞാൻ പറഞ്ഞു തരാം. ഇനി നമ്മുടെ മിൽക്ക് കേക്കിൽ മൊത്തം സോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം.
ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ 3 മിൽക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/4 ഭാഗവും നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. 1/4 ഭാഗം നമുക്ക് മാറ്റി വെക്കാം. അത് നമ്മൾ കേക്ക് സെർവ് ചെയ്യണ സമയത്ത് നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിൽക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ 8ന്റെ പണി കിട്ടിയ കഥ പറയണ്ടേ, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മൾ ഈ കേക്ക് ഫ്ലോർ വാങ്ങിയ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഈ ഡിസ്പോസിബിൾ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 മുട്ടയ്ക്കുള്ള ബോക്സാണ് വേണ്ടതെന്ന് അവർക്കറിയാലോ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ബോക്സ് അവർ കൊടുത്തു. പക്ഷേ ഇത് വാങ്ങിയത് വേറെ ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വാങ്ങിച്ചവർക്ക് അതിൻ്റെ അളവൊന്നും അങ്ങനെ അറിയില്ല. അതുകൊണ്ട് അവരത് വാങ്ങി വീട്ടിൽ വന്നിട്ട് എനിക്കിത് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് മനസ്സിലായി. ഈ 3 മുട്ടയ്ക്കൊന്നും ഇത്ര വലിയ ബോക്സിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ കേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ശരിക്കും മനസ്സിലായത്. കേക്ക് അതിൻ്റെ പകുതി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷോപ്പിൻ്റെ ആൾ ഞങ്ങൾക്കിട്ടൊരു പണി തന്നതല്ലേ എന്നായിരുന്നു എൻ്റെ അടുത്ത ചിന്ത. എനിക്കാണെങ്കിൽ ഡിസ്പോസിബിൾ ബോക്സിൽ ആ കേക്കിനെ കാണുമ്പോൾ കേക്കിന് എന്തോ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു കണ്ടെയ്നറിലേക്ക് കേക്കിനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം അതിലേക്ക് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് റോസ് പെറ്റൽസും പിസ്ത ഫ്ലേക്സും ഒക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലെറ്റ് കഫയിലൊക്കെ കിട്ടുന്നത് പോലെ വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോബെറിയും ബ്ലൂബെറിയൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. നമ്മുടെ ആലിയ ഭട്ടൊക്കെ കഴിച്ചത് ആ ഒരു രീതിയിലാണ്. ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മിൽക്ക് കേക്കാണ് ഇത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരുപാട് മുന്നേ നല്ല സ്ട്രെച്ച്ലെസ് കേക്ക് എന്ന പേരിലൊക്കെ അറിയപ്പെട്ടതാണ്. പക്ഷേ ആലിയ ഭട്ട് കഴിച്ചപ്പോഴാണ് ഇത് ഒന്നുകൂടി ഒന്ന് ട്രെൻഡിങ്ങിലൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.